ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ ശ്രീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 3 ആണ് കേട്ടോ. TVM കണ്ണൂരിലോട്ടുള്ള പാർട്ട് 3 എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ നാട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പം ഈ വീഡിയോ എന്തിനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിന് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇന്ന് ചെറിയ വിഷുവാണ്, എന്ന് വെച്ചാൽ 13-ാം തീയതി, നാളെയാണ് വിഷു. അപ്പം ചെറിയ വിഷു എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് അമ്മേൻ്റെ വീട്ടിൽ പോകുന്ന വഴിയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. പിന്നെ അവിടെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അത് എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചു. ഇതൊരു കുഞ്ഞ് സ്കൈ ഷോട്ടാണ് കേട്ടോ. സ്കൈ ഷോട്ട് എന്താ പറയുക, ഈ ഉച്ചയ്ക്കാണ് പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ കഴിച്ചു. ഇവിടെ അച്ഛൻ വെറുതെ ഒന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. ഇവിടെ ഒരു ഫീന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. പിന്നെ മേലോട്ട് പോകുന്നു. ഞാൻ മേലോട്ട് പിന്നെ നോക്കി എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ വൈകുന്നേരമൊക്കെ ആയ ആ സമയത്ത്. പിന്നെ ഇതൊരു പുതിയ തോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പുതിയ സംഭവം കേട്ടോ. എൻ്റെ അനിയൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. അവൻ പറഞ്ഞായിരുന്നു എനിക്ക് ആദ്യം പൊട്ടിക്കണം എന്നുള്ള. പിന്നെ അവൻ്റെ എക്സ്പ്രഷൻ കണ്ട ആര് വേണമെങ്കിലും എന്താ പാവം തോന്നിപ്പോകും ഗൈസ്. അത്രയായിരുന്നു. പിന്നെ ഇതെങ്ങനെ പൊട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച മറ്റേ പൂത്തിരിയൊക്കെ പൊട്ടില്ല, ഫ്ലവർ പോട്ട്സ്, അതിങ്ങനെ പൊട്ടുന്ന പോലത്തായിരിക്കുന്നു. പക്ഷെ ഇതിങ്ങനെ ഫുയിനാ അതെ, ഏകദേശം അതേപോലെ തന്നെ ആയിരുന്നു അത്. പിന്നെ അത് ഒരു 2.5 മിനിറ്റ് എല്ലാം അത് നിന്നു. 2.5 അല്ല, ഒരു 1 മിനിറ്റ് അത് മാക്സിമം. പിന്നെ മറ്റേ സിനിമയിലൊക്കെ കാണിക്കുന്ന ഫുയിന്ന് തൊട്ട് ഹൂ എന്നൊക്കെ ഊതിയിട്ട്. പിന്നെ ഇത് ഞാൻ പഠിക്കുന്ന പടക്കാട്ടോ, കിറ്റ് കാറ്റ്. അമ്മ അടുത്ത് വന്നപ്പോഴത്തേക്കും അത് പൊട്ടിത്തീരുന്നു. ആദ്യമായിട്ട് ഞാൻ ചന്ദനത്തിരി വെച്ചിട്ട് ഇതാക്കുന്നത്. പിന്നെ അവിടെ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ കാറിനകത്ത് കയറിയിട്ടോ. പിന്നെ അമ്മമ്മയ്ക്കും അച്ചാച്ചനും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു ഞാൻ ഇറങ്ങി അവിടുന്ന്. പിന്നെ താരയും ധ്രുവും അവിടുന്ന് അവർക്ക് മറ്റേ എന്താ പറയുക, ഇവിടെ യൂട്യൂബ് ചാനലൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി. പിന്നെ ഞാൻ നേരെ വീട്ടിലെത്തിട്ടോ. പിന്നെ അവിടുന്ന് ചെരുപ്പൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ടാറ്റാ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഹാപ്പി വിഷു. അപ്പം ഇതാണ് എൻ്റെ കണി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൃഷ്ണനൊക്കെ വെച്ചു, മാങ്ങയൊക്കെ സെറ്റാക്കി. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എന്താ കണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് കണ്ടത് കൃഷ്ണനെയാണ് കേട്ടോ. കൃഷ്ണനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി. പിന്നെ നിങ്ങൾ എന്താ കണി കണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ നേരെ പടക്കം പൊട്ടിക്കാൻ പോയി. പിന്നെ കണ്ണാടി ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച് നമ്മൾ നേരെ പടക്കം പൊട്ടിക്കാൻ പോയി കേട്ടോ. ഇതാണ് ഞാൻ പൊട്ടിക്കുന്ന മീൻസ് അത് കത്തിക്കുന്ന വീഡിയോ കേട്ടോ. ഞാനിത് കത്തിച്ച് പകുതി ആയപ്പോഴത്തേക്കും അത് കത്തി. പിന്നെ അമ്മ അത് കട്ട് ചെയ്ത് പോയി. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഞാനിത് പൂത്തിരി പൊട്ടിക്കുന്നത് മീൻസ് മറ്റേ ഫ്ലവർ പോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ആദ്യമായിട്ടല്ല കത്തിക്കുന്നത്, എന്നാലും ഒരിത്. പിന്നെ വീണ്ടും കത്തിച്ച് ഈ വട്ടം കിട്ടി കേട്ടോ. പിന്നെ ഈ വട്ടം ഞാൻ ചക്രമാണ് കേട്ടോ കത്തിക്കുന്നത്. ചക്രം കത്തിച്ചു. പക്ഷെ കത്തിച്ച് ഞാൻ എങ്ങോട്ട് വന്നപ്പം മറ്റേ ഒരു പൂത്തിരി കൂടി ഉണ്ടായിരുന്നു. അത് കത്തിക്കാൻ വന്നപ്പം ഈ ചക്ര എൻ്റെ അടുത്തോട്ട് തന്നെ വീഴുന്നു കറങ്ങിയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് വീണ്ടും പോകാൻ നോക്കിയപ്പോൾ അതൊന്നും തീർന്നു. അപ്പം എനിക്ക് ദേഷ്യം പിടിച്ച് നെട്ടേന്ന് പറഞ്ഞിട്ടൊരു ചപ്പലിൽ ഒരടി കൊടുത്തു. പിന്നെ ഇത് വിഷുവിൻ്റെ രാത്രിയാണ്. അപ്പം അവിടുന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ടാറ്റാ.